നാം സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. ഈ ഇബാദത്തുകളിൽ വളരെ വമ്പിച്ച ഇബാദത്തുകളിൽ ഒന്നാണ് ക്ഷമ. പലർക്കും അതറിയില്ല. ആളുകളുടെ വിചാരം ഇബാദത്ത് ആരാധന എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക, നോമ്പ് നോൽക്കുക, സക്കാത്ത് കൊടുക്കുക, ഇതൊക്കെയല്ലേ ആരാധന. പക്ഷെ അറിയുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളത് ഒരു ആരാധനയാണ്. അവിടെ ഉലമാക്കൾ പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾക്കൊരു അനുഗ്രഹം ലഭിച്ചാൽ ആ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഇബാദത്ത് ശുക്രാൻ, നന്ദി കാണിക്കലാണ്. ഒരു പരീക്ഷണം വന്നാൽ അവിടെ ചെയ്യേണ്ട ഇബാദത്താണെന്ത്? ക്ഷമ. ശരിക്കും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ക്ഷമിക്കുന്ന അല്ലെങ്കിൽ ക്ഷമിക്കുക എന്ന ഇബാദത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാണ് അള്ളാഹു പരീക്ഷണങ്ങൾ തരുന്നത്. ഇത് തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആൻ ഇത് വളരെ ക്ലിയറായി പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 155, 156, 157 ആയത്തിൽ 155 പറയുന്നത് വലനബ്ലുവന്നക്കും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഷുവറാണ് പരീക്ഷണം. ബിൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, പേടി കൊണ്ട്, വിശപ്പ് കൊണ്ട്, അതേപോലെ തന്നെ ധനനഷ്ടം, ശാരീരികമായ നഷ്ടം അഥവാ മരണങ്ങൾ, രോഗങ്ങൾ, എല്ലാം കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? വബശ്ശിരി സ്വാബിരീന, നിങ്ങൾ ക്ഷമിക്കൂ എന്നല്ല പറഞ്ഞത്, ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കാനുള്ള വകുപ്പാണ് ആർക്ക്? ഈ പരീക്ഷണങ്ങളുള്ള ആളുകൾക്കുള്ളത്. എങ്ങനെയാണ് അവർക്ക് സന്തോഷിക്കുക? ക്ഷമയിലൂടെ. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്കൊരു മുസീബത്ത് വന്നാൽ, ഒരു പരീക്ഷണം വന്നാൽ അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അള്ളാഹുവിനുള്ളതാണ്, അവനിലേക്ക് മടങ്ങി പോകേണ്ടവരാണ് എന്ന് പറഞ്ഞാൽ നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, ഈ പരീക്ഷണങ്ങൾ സംവിധാനിച്ചത് അള്ളാഹുവാണ്. ഇങ്ങനെ ഒരു പരീക്ഷണം നൽകിക്കൊണ്ട് നമ്മെ ക്ഷമിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. ഇതിന്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരവാദിത്തമായി ഏറ്റെടുത്തിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ അതും റഹ്മാനായ റബ്ബിന്റെ അടുക്കലാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ ആഹ്ലാദിക്കാനാണ് വകുപ്പ്. പരീക്ഷണങ്ങൾ വരുമ്പോൾ വബശ്ശീർ സ്വാബിരീന, ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കാനാണ് പറഞ്ഞത്.